ഇതുവരെ ഗാസയിൽ നടക്കുന്ന സകല പീഡനങ്ങൾക്കും ഹമാസ് എന്ന് പറയുന്ന സംഘടനയിലെ ഉത്തരവാദി അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയിലെ ഉത്തരവാദി ഇസ്രയേലാണ് ഉത്തരവാദി എന്നാണ് നമ്മുടെ കേരളത്തിലടക്കമുള്ള സുഡാപ്പികൾ വാദിച്ചുകൊണ്ടിരുന്നത്. ഹമാസ് എന്ന് പറയുന്നത് പഞ്ചപാവങ്ങളാണെന്നും അവർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണെന്നുമാണ് ഇവർ പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടും ഇപ്പോൾ ഗാസയിൽ ആൾക്കാർ മരിച്ചു വീഴുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ മിലീഷ്യകളും ഹമാസും തമ്മിൽ ഗാസയുടെ ഭരണം പിടിക്കാനുള്ള ആരാണ് ഇനി ഇവിടെ ഈ ഗാസയിൽ ഭരിക്കുക എന്നുള്ള ഒരു ഭരണം പിടിക്കാനുള്ള ഒരു യുദ്ധം അവിടെ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പോരാട്ടം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഫാഫോ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഗാസയിലെ ആക്ടിവിസ്റ്റ് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 8 പേരുടെ തലയിലേക്ക് ഹമാസ് വെടിവെച്ചു സമാധാന കരാറിന് ശേഷം എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഗാസയിലെ സമാധാന നിർദ്ദേശം ഈജിപ്റ്റ് മണ്ണിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അമേരിക്ക, തുർക്കി, ഖത്തർ എന്നിവ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുമുണ്ട്. കൂടാതെ മറ്റു പല രാജ്യങ്ങളും ഇത് അംഗീകരിച്ചു, ഇസ്രായേലും ഇത് അംഗീകരിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ഹമാസും ആയുധം താഴെയിടാൻ സമ്മതിച്ചു. എന്നിരുന്നാലും ഭൂമിയിലെ സ്ഥിതി, അതായത് ഗാസയിലെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമായി കാണപ്പെടുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഹമാസിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആയുധധാരികളായ ഹമാസ് കമാൻഡർമാർ 8 പേരെ വെടിവെച്ച് കൊല്ലുന്നതും മുട്ടുകുത്താൻ നിർബന്ധിക്കുന്നതും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരെയും കെട്ടിയിട്ട് കണ്ണുകൾ മൂടിക്കെട്ടി തുടർന്ന് അവരെ മുട്ടുകുത്താൻ നിർബന്ധിക്കുകയും തലയിൽ വെടിവെക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെടിയൊച്ചകൾക്കിടയിൽ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന മന്ത്രങ്ങൾ കേൾക്കാം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായതിനാൽ അത് പങ്കിടാനും പ്രയാസമാണ്. ഈ ആളുകൾ ഇസ്രായേലുമായി കൈകോർത്തതായി ഹമാസ് പോരാളികൾ ആരോപിച്ചതായി പറയപ്പെടുന്നു. അതായത് ഈ വെടിവെച്ച ആൾക്കാരെല്ലാം തന്നെ വെടിയേറ്റ ആൾക്കാരെല്ലാം തന്നെ ഫലസ്തീനിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ രാജ്യദ്രോഹികളാണെന്ന മുദ്ര കുത്തിയാണ് ഹമാസ് അവരെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഹമാസിൻ്റെ വ്യവസ്ഥകളെ അംഗീകരിക്കാൻ സാധിക്കാത്തവരെ എല്ലാം തന്നെ അവിടെ വെടിവെച്ച് കൊല്ലുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഹമാസുമായി ഹമാസിൻ്റെ പല രീതികളും ചെയ്തികളും ഒന്നും തന്നെ അംഗീകരിച്ചില്ലെങ്കിലും അവരെല്ലാം ഇസ്രായേലിന് കൂട്ടു നിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് ഗാസയിലെ ജനങ്ങളെ ഇപ്പോൾ ദ്രോഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹമാസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.